കോഷി-ഓയിലർ ഇക്വേഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോഷി-ഓയിലർ ഇക്വേഷൻസ് ആർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദി ഫോം എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഓർഡർ ഹോമോജനസ് ഇക്വേഷൻ ആണ്, ലീനിയർ ഹോമോജനസ് ഇക്വേഷൻ ആണ് കോഷി-ഓയിലർ ഇക്വേഷൻസ്. അതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയായിരിക്കും: എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0. ഇതിൽ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. വൈ ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എക്സ് സ്ക്വയറും വരും. വൈ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ദ കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു എക്സ് എന്നും വരും. വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് സം കോൺസ്റ്റൻറ്റ് ബിയും വരും. ഓക്കെ, സോ ഇതാണ് ഒരു ജനറൽ കോഷി-ഓയിലർ ഇക്വേഷൻ്റെ ഫോമാറ്റ്: എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു 0. സോ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്. എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എക്സ് വൈ ഡാഷിനെ എന്നിട്ട് ഓക്കെ ഇവിടെ അതിൽ നിന്ന് നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടും എക്സ് വൈ ഡാഷ് എന്ന് പറയുന്നത് ഡി വൈ. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ഇസഡ് ആണ്. ഇവിടെ വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണത്? അല്ലെങ്കിൽ വൈ ഡാഷ് എന്ന് പറയുമ്പോൾ അത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ള ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ആണ് വരുന്നത്. എന്നാൽ ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് ഡി ബൈ ഡി ഇസഡ് ആയിരിക്കും. കാരണം എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. സോ ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് നമുക്ക് എടുക്കുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഡി ബൈ ഡി ഇസഡ് ആണ്. സോ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നതിന് നമുക്ക് ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു വൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഡിയും ഡി ബൈ ഡി ഇസഡ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡെറിവേഷൻ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ രണ്ട് റിസൾട്ട്സ് കിട്ടുന്നത്. സോ അതെങ്ങനെ കിട്ടും എന്നൊന്നും അത്രയും ഡെറിവേഷനൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് കോഷി-ഓയിലർ ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാനേ ഉള്ളൂ. സോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടുമെന്ന് പറഞ്ഞാൽ മതി. എക്സ് വൈ ഡാഷിനെ ഡി വൈ എന്ന് എഴുതാൻ പറ്റും. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിനെ ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ എന്ന് എഴുതാം. ഇതിൽ ഡി എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ഡി ബൈ ഡി ഇസഡ് എന്ന് കിട്ടും. ഓക്കെ, സോ എക്സ് എന്നിട്ട് ലാസ്റ്റ് നമ്മളിത് വെച്ച് സോൾവ് ചെയ്തിട്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. സോൾവ് ചെയ്തിട്ട് അവസാനം ഇസഡിൻ്റെ പ്ലേസിൽ മാറ്റി വീണ്ടും ഇസഡ് എന്താണെന്ന് നമ്മൾ എക്സിൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുക. ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് ഇ റൈസ് ടു ഇസഡ്. സോ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇസഡ് ലോഗ് ഇ എന്ന് എഴുതാം. ഓക്കെ, ഇസഡ് ലോഗ് ഇ. സോ ലോഗ് ഇ എന്ന് പറയുന്ന 1 ആണ്. സോ ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ്. സോ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഇസഡ് ആയിരിക്കും. അവിടെ ഇസഡിന് പകരം ലാസ്റ്റ് ലോഗ് എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കുക. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഫസ്റ്റ് എക്സാമ്പിൾ: സോൾവ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 1.5 എക്സ് വൈ ഡാഷ് മൈനസ് 0.5 വൈ ഈസ് ഈക്വൽ ടു 0. ഇത് തീർച്ചയായും ഒരു കോഷി-ഓയിലർ ഇക്വേഷൻ ആണ്. കാരണം എന്താ? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എയുടെ പ്ലേസിൽ 1.5 എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ, ബിയുടെ പ്ലേസിൽ മൈനസ് 0.5. സോ ഇറ്റ് ഈസ് എ കോഷി-ഓയിലർ ഇക്വേഷൻ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ നമ്മളിവിടെ നേരത്തെ ഓൾറെഡി കണ്ടു, അത് ഇവിടെ നിന്ന് എഴുതി വെച്ചേക്കുക. ദെൻ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഗ് എക്സ്. അങ്ങനെ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി വൈ. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഡി മൈനസ് 1 ഇൻറ്റു വൈ, വേർ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ബൈ ഡി ഇസഡ്. ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡി എന്ന് ബൈ ഡി ഇസഡ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ തന്നിരിക്കുന്ന കോഷി-ഓയിലർ ഇക്വേഷൻ എടുത്തെഴുതുന്നു. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 1.5 എക്സ് വൈ ഡാഷ് മൈനസ് 0.5 വൈ ഈസ് ഈക്വൽ ടു 0. ഇനി അത് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എക്സ് വൈ ഡാഷിനെ ഡി വൈ എന്ന് മാറ്റി എഴുതാനും എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിനെ ഡി ഇൻറ്റു ഡി മൈനസ് വൈ എന്ന് മാറ്റി എഴുതാനും സാധിക്കുന്നത്. സോ ഈ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിനും എക്സ് വൈ ഡാഷിനും പകരം മാത്രം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. സോ എക്സ് അവിടുന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇൻ ടേംസ് ഓഫ് ഇസഡ് ആയിക്കോളും ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അല്ലാണ്ട് ഇവിടുത്തെ എക്സിന് പകരം കൊണ്ടുപോയി ഇ റൈസ് ടു ഇസഡ് എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇനി ഒരിക്കലും കൊടുക്കാൻ നിൽക്കരുത്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എക്സ് വൈ ഡാഷിന് ഡി വൈ എന്നും എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിന് ഡി ഇൻറ്റു ഡി മൈനസ് വൈ എന്നും നമുക്ക് കിട്ടുക. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷിന് പകരം ഡി ഇൻറ്റു ഡി മൈനസ് 1 വൈ കൊടുക്കുന്നു. പ്ലസ് 1.5 ഇൻറ്റു എക്സ് വൈ ഡാഷിന് പകരം ഡി വൈ കൊടുക്കുന്നു. മൈനസ് 0.5 വൈ ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ വൈ കോമൺ ആണ്. സോ ഞാൻ വൈ ഔട്ട് സൈഡ് എടുക്കുവാണ്. സോ എനിക്ക് എന്ത് കിട്ടും? ഡി ഇൻറ്റു ഡി മൈനസ് 1 പ്ലസ് 5 ഡി മൈനസ് 0.5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0.
ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഡി ഇൻറ്റു ഡി മൈനസ് 1 ഈസ് ഡി സ്ക്വയർ മൈനസ് ഡി പ്ലസ് 1.5 ഡി മൈനസ് 0.5 വൈ ഈസ് ഈക്വൽ ടു 0. സോ ഡി സ്ക്വയർ ഇവിടെ മൈനസ് ഡി പ്ലസ് 1.5 ഡി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പ്ലസ് 0.5 ഡി എന്ന് കിട്ടും. സോ മൈനസ് 0.5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. സോ ഇതിനെ ഞാൻ ഈ ഡിയുടെ ടേംസ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിൻ്റെ ടേംസിൽ നിന്ന് മാറി സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെ എഴുതുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഡി സ്ക്വയർ വൈ. ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ പഠിച്ചപ്പോൾ കണ്ടതാണ്. സോ അതിനെ വൈ ഡബിൾ ഡാഷ് എന്ന് എഴുതാം. പ്ലസ് 0.5 ഡി വൈ. ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? വൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ പ്ലസ് 0.5 വൈ ഡാഷ് മൈനസ് 0.5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഇവിടുത്തെ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി ഇസഡ് ആണ്. വിത്ത് റെസ്പെക്ട് ആണ് ഇവിടെ ഡെറിവേറ്റീവ് ഒക്കെ. കാരണം ഇവിടുത്തെ ഡി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡി ബൈ ഡി ഇസഡ് ആണ്. അത് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി ഇസഡും വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി ഇസഡ് സ്ക്വയറും ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. അതെങ്ങനെയാണ്? ലാംഡ സ്ക്വയർ പ്ലസ് എ ലാംഡ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് അങ്ങനെ എഴുതുക ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ലാംഡ സ്ക്വയർ പ്ലസ് 0.5 ലാംഡ മൈനസ് 0.5 ഈസ് ഈക്വൽ ടു 0. ലാംഡ സോൾവ് ചെയ്തെടുക്കുക. സോ ഇവിടെ രണ്ട് റിയൽ റൂട്ട്സ് ആണ് കിട്ടുന്നത്, 0.5ഉം മൈനസ് 1ഉം. സോ ബേസ് എഴുതാം. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് സോൾവ് ചെയ്ത പോലെ തന്നെയാണ് ഈ സ്റ്റെപ്പ് വരെ എത്തിയിട്ട് സോൾവ് ചെയ്യുന്നത്. സോ ബേസ് എഴുതുമ്പോൾ എന്ത് കിട്ടും? അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആകുമ്പോൾ എന്താണ്? ഇ റേസ് ടു എം രണ്ട് റിയൽ റൂട്ട്സ് ലാംഡ 1ഉം ലാംഡ 2 ആകുമ്പോൾ എങ്ങനെയായിരുന്നു? ഇ റേസ് ടു ലാംഡ 1 എക്സും ഇ റേസ് ടു ലാംഡ 2 എക്സും ആണ് ബേസ്. സോ അങ്ങനെ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇ റേസ് ടു ലാംഡ 1 എന്ന് പറയുന്നത് 0.5 എക്സ് അല്ല. ഇവിടെ നമ്മൾ സൊല്യൂഷൻ ഇസഡിലാണ് എഴുതേണ്ടത്. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? വൈ ഡാഷിന് ഡി വൈ ബൈ ഡി ഇസഡ് അല്ലേ. സോ അങ്ങനെ ആണെങ്കിൽ എക്സിന് പകരം ഇവിടുത്തെ വേരിയബിൾ എന്താ വരിക? സോ ഇസഡിലാണ് ഇവിടെ ബേസ് എഴുതേണ്ടത്. അതായത് ദ ബേസിസ് ഇൻ ഇസഡ്. സോ ഇ റേസ് ടു 0.5 ഇസഡും ഇ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഇസഡും. ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമ്മളോട് സോൾവ് ചെയ്യാൻ ചോദിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എന്താണ്? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ്. ഇവിടുത്തെ വൈ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ ഇൻ ടേം നമ്മൾ സൊല്യൂഷൻ പറയാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഇസഡിനെ മാറ്റി എന്ത് കൊടുക്കണം? നമ്മൾ അതിനാണ് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചത് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എക്സ് ആണ്. സോ അത് ഇവിടെ എത്തുമ്പോൾ ലാസ്റ്റ് നമ്മൾ ബേസ് എഴുതി കഴിയുമ്പോൾ ആ ഇസഡിന് പകരം ലോഗ് എക്സ് മാറ്റി കൊടുക്കുക. സോ ഇ റേസ് ടു 0.5 ലോഗ് എക്സും ഇ റേസ് ടു മൈനസ് ലോഗ് എക്സും. സോ അതിനെ ഇ റേസ് ടു ലോഗ് എക്സ് എഴുതാം. ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു മൈനസ് 1. ഇ റേസ് ടു ലോഗ് സംതിങ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ആ സംതിങ് ആയിരിക്കും അതിൻ്റെ ആൻസർ. സോ ഇ റേസ് ടു ലോഗ് വൈ ആണെങ്കിൽ എന്ത് വരും? ആൻസർ വൈ എന്ന് കിട്ടും. സോ ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു 0.5 ഇസ് എക്സ് റേസ് ടു 0.5. സോ ദിസ് ഇസ് എക്സ് റേസ് ടു മൈനസ് 1. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 0.5 മീൻസ് എന്താണ്? എക്സ് റേസ് ടു ഹാഫ്. ദാറ്റ് ഈസ് റൂട്ട് എക്സ്. എക്സ് റേസ് ടു മൈനസ് 1 ഈസ് 1 ബൈ എക്സ്. ഇനി ജനറൽ സൊല്യൂഷൻ എഴുതുക. എന്താണ്? y is equal to c1 y1 plus c2 y2. So c1 root x plus c2 1 by x. Okay. Next question നോക്കുക. x square y double dash minus 5x y dash plus 9y is equal to 0. Again it is a Cauchy oil. ഇനിയിപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ എന്തെങ്കിലും കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ആ കോൺസ്റ്റൻ്റ് ഇക്വേഷൻ മൊത്തം ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കോഷി ഓയിലർ ഇക്വേഷൻ ആയിക്കോളും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എക്സ് വൈ ഡാഷ് ഇങ്ങനെ കിട്ടും. എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് ആസ് യൂഷ്വൽ. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എപ്പോഴും കോഷി ഓയിലർ ഇക്വേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അതിൽ ഡി എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ബൈ ഡി ഇസഡ് ആണ്. സോ ഇവിടെ നമ്മൾ ആദ്യം ബേസിസ് എഴുതുമ്പോൾ ഇൻ ടേംസ് ഓഫ്, ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഐഡൻറ്റിക്കൽ രണ്ടും റിയൽ റൂട്ട്സ് ആണ്. റിയൽ ഡബിൾ റൂട്ടാണ് കിട്ടുന്നത്. സോ എന്തായിരുന്നു സൊല്യൂഷൻ റിയൽ ഡബിൾ റൂട്ടിൻ്റെ കേസിൽ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. സോ എന്തായിരിക്കും? ഇ റൈസ് ടു ലാംഡ 1 എക്സും എക്സ് ഇ റൈസ് ടു ലാംഡ 1 എക്സും ആണ് സൊല്യൂഷനായിട്ട് വരിക. ഇവിടെ എക്സ് അല്ല, ഇൻ ടേംസ് ഓഫ് ഇസഡ് ആണ് എഴുതുന്നത്. സോ ഇ റൈസ് ടു 3 ഇസഡും ഇസഡ് ഇ റൈസ് ടു 3 ഇസഡും വരും. ഇനി ഇസഡിന് പകരം ലോഗ് എക്സ് കൊടുക്കുക, സൊല്യൂഷൻ എഴുതുക. സോ നെക്സ്റ്റ് ഞാൻ കോംപ്ലക്സ് റൂട്ട്സ് വരുന്നൊരു സൊല്യൂഷൻ, അതായത് കോഷി ഓയിലർ ഇക്വേഷൻ ആണ് ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് കൊടുക്കുക. അപ്പം ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് മാറി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു, സോൾവ് ചെയ്യുന്നു. കോംപ്ലക്സ് റൂട്ട്സ് ആണ് വരുന്നത്. എന്താണ് കോംപ്ലക്സ് റൂട്ട്സിൻ്റെ സൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ എഴുതുന്നത്? ഇ റൈസ് ടു എന്താണ് എ പ്ലസ് ഐ ബി എ മൈനസ് ഐ ബി വന്നാൽ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ആണ്.
ഇത് e⁻x അത് രണ്ടുമായിരുന്നു ബേസ് ആയിട്ട് വരിക. സോ ഇവിടെയും അതുപോലെ തന്നെ ഇസഡ് ആണ്, എക്സിന് പകരം അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോഷി ഓയിലർ ഇക്വേഷൻ. സോ സൊല്യൂഷൻ എഴുതുന്നു, ഇസഡിന് പകരം log x എന്ന് മാറ്റി കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഞാൻ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ കോഷി ഓയിലർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇവിടുത്തെ ഫോർത്ത് ഇക്വേഷൻ നോക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. 4x² plus 5y is equal to 0. x²y' കോഎഫിഷ്യൻറ്റ് 4 ആണ്. സോ 4 വെച്ച് ഇക്വേഷൻ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. xy' ടേം ഇവിടെ ഇല്ല, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻറ്റ് 0 ആയതുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് എ കോഷി ഓയിലർ ഇക്വേഷൻ. സോ ഈ സെയിം രീതിയിൽ തന്നെ സോൾവ് ചെയ്താൽ മതി. അതേപോലെ 3യും അങ്ങനെ തന്നെയാണ്, കോഷി ഓയിലർ ഇക്വേഷൻ ആണ്. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്താൽ മതി. അതേപോലെ തന്നെ കോഷി ഓയിലർ ഇക്വേഷൻ ആയിട്ടുള്ള കുറച്ച് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസ്, അതായത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് ജനറൽ സൊല്യൂഷൻ വരെ എത്തിയിട്ട് അതിലെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഈ ഇനിഷ്യൽ കണ്ടീഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക.